നമസ്കാരം പാനി പ്രേക്ഷകരെ, നമസ്കാരം, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, ഞാന് വലിയൊരു ഗംഭീരമായിട്ടുള്ളൊരു വീഡിയോ ഇന്ന് കണ്ടു. ആ വീഡിയോ ഇവിടെ ഫുള്ളായിട്ട് പ്രക്ഷേപണം നടത്താൻ പറ്റില്ല, കാരണം മറ്റൊരു ചാനലിൽ വന്നതാണ്. മലയാള മാധ്യമങ്ങൾ മുക്കിയ വലിയൊരു വാർത്ത, അത് പത്രമാധ്യമങ്ങൾ ഒന്നടങ്കം മുക്കിയ വാർത്തയാണ്. കാരണം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു വഖഫ് എന്ന് പറയുന്ന കൊടും മുസ്ലിം ഭീകരത. അത് മുനമ്പമായാലും ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമായാലും വലിയ ഭീകരത സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നാളെ നമ്മൾ ഈ ഇരിക്കുന്ന ഭൂമി അടക്കം, വീടടക്കമുള്ള ഭൂമി ഈ ജിഹാദികൾ തട്ടിയെടുക്കുമോ എന്ന ഭീഷണിക്ക് മുന്നിൽ അത്ര കണ്ട് ഭീകരതയോടെ ജീവിക്കേണ്ടി വരുന്ന ഹിന്ദു ക്രിസ്ത്യൻ സമുദായങ്ങളുടെയൊക്കെ വലിയൊരു വേദന എത്രത്തോളം ഉണ്ട് നമുക്കറിയാം. അത്തരത്തിൽ ഉത്തർപ്രദേശിൽ നടന്ന ഒരു സംഭവമാണ് ഇത്. ആരും റിപ്പോർട്ട് ചെയ്യില്ല. നമ്മൾക്കറിയാം, മാധ്യമങ്ങൾ ഇവിടെ സെലക്റ്റീവ് വാർത്തകൾ മാത്രം കൊടുക്കുന്ന, പ്രത്യേകിച്ച് കേരളത്തിൽ എങ്ങനെയാണെന്ന് അറിയാലോ. അതുകൊണ്ട് അതിനെ തീർത്ത് മറ്റൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്തായാലും ഉത്തർപ്രദേശിൽ നിന്നുള്ള ആ വാർത്തയുടെ ആ ഒരു വലിയ ഓഡിയോ അത് കേൾക്കേണ്ടത് തന്നെ, ഗംഭീരമായിട്ടുള്ള ഓഡിയോ. അത് കേൾക്കാം നമുക്ക് എങ്ങനെയാന്നുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDPയുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകരെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ, എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല, അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. പ്രമുഖ മാധ്യമങ്ങൾ മുക്കിയ ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്ത മറച്ചു വെച്ചു എന്ന കാര്യം ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. എന്തുകൊണ്ട് അവർ മറച്ചു വെച്ചു എന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. അതിനു മുന്നേ വാർത്ത എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് വാരണാസിയിൽ, ഉത്തർപ്രദേശിലെ വാരണാസിയിൽ 9 കിലോമീറ്റർ, വാരണാസിയിൽ നിന്ന് 9 കിലോമീറ്റർ അകലെയുള്ള ഉദയ് പ്രതാപ് സിംഗ് കോളേജിൽ, അതായത് ഏകദേശം ആ കോളേജിന് 650 ഏക്കർ ഭൂമിയുണ്ട്. ഈ 650 ഏക്കർ ഭൂമിയിൽ ഉത്തർപ്രദേശിലെ സുന്നി സെൻട്രൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച് കോളേജ് അധികൃതർക്ക് നോട്ടീസ് അയച്ചു. നോട്ടീസ് അയക്കാൻ കാരണമുണ്ട്. അവർ എന്തുകൊണ്ടാണ് വഖഫ് ഭൂമിയാണ്, ഈ കോളേജ് നിൽക്കുന്ന സ്ഥലം വഖഫ് ഭൂമിയാണ് പറയാനുള്ള ഒരു കാരണമുണ്ട്. കോളേജോട് ചേർന്ന ഒരു മസ്ജിദ് ഉണ്ട്. ഈ കോളേജ് മതിലിന്റെ അടുത്തായിട്ട് ഒരു ഖബർസ്ഥാൻ ഉണ്ട്. മസ്ജിദ് ആകുമ്പോൾ ചിലപ്പോൾ ചില മസ്ജിദിലൊക്കെ ഖബർസ്ഥാനം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഖബർസ്ഥാനിന്റെ അപ്പുറവും ഇപ്പുറമുള്ളൊക്കെ ഭൂമിയൊക്കെ വഖഫിന്റേതാണ്. അതായത് വഖഫ് ലോയിൽ, വഖഫ് നിയമത്തിൽ ഇങ്ങനൊരു ക്ലോസ് കൂടിയുണ്ട്. ഈ ക്ലോസ് എപ്പോഴാണ് വന്നതെന്നറിയോ? 2013, അതായത് 2013 രണ്ടാം UPA സർക്കാരിന്റെ മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ അവസാന കാലത്താണ് ഈ വഖഫ് ബില്ല് അവസാനമായി അമെൻഡ് ചെയ്തത്. ആ അമെൻഡ് ചെയ്ത സമയത്ത് എഴുതി പിടിപ്പിച്ച ക്ലോസ് ആണ് ഇത്. അതായത് വഖഫ് ബൈ യൂസർ, വഖഫ് ബൈ, അതായത് ഈ ഖബർസ്ഥാനില്ലേ, ഈ ഖബർസ്ഥാനുള്ള സ്ഥലത്ത് അപ്പുറവും ഇപ്പുറമുള്ള ഭൂമിക്ക് വഖഫിന്റേതായിരിക്കും എന്നുള്ള ഒരു ക്ലോസ് എഴുതി പിടിപ്പിച്ചത് ഈ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത്, രണ്ടാം UPA സർക്കാരിന്റെ അവസാന കാലത്താണ് ഈ സാധനം എഴുതി പിടിപ്പിച്ചത്. ആ ഒരു നിയമത്തിന്റെ പരിരക്ഷ ഉപയോഗിച്ചാണ് ഈ മസ്ജിദ് കമ്മിറ്റി ഈ ഉദയ് പ്രതാപ് സിംഗ് കോളേജിന്റെ 500 ഏക്കർ ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് നോട്ടീസ് അയച്ചത്. അപ്പോൾ ഈ കോളേജ് അധികൃതർ എന്ത് ചെയ്തു? നോട്ടീസ് കിട്ടിയ ഉടനെ തന്നെ ഉത്തർപ്രദേശ് സർക്കാരിനെ അറിയിച്ചു. അതായത് ഉത്തർപ്രദേശ് സർക്കാരിനെ അറിയിച്ചത് മാത്രമല്ല, യോഗി ആദിത്യനാഥിന്റെ മുന്നിൽ ടേബിളിൽ ഈ സാധനം ഡയറക്റ്റ് എത്തി. അതായത് കോളേജ് അധികൃതർ അത്രയും ഹോൾഡ് ഉണ്ടായിരുന്നു ഉത്തർപ്രദേശ് ഗവൺമെന്റിൽ. അപ്പോൾ യോഗി ആദിത്യനാഥിന്റെ ടേബിൾ ഈ സംഭവം എത്തി. അപ്പൊ ഉടനെ തന്നെ യോഗി മുന്നും പിന്നും നോക്കാതെ, അതായത് ഒരു ഉത്തരവിറക്കി. അതായത് അവിടുത്തെ ഉത്തർപ്രദേശിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലുള്ള, അതായത് ജില്ലാ തഹസിൽമാരെടുത്ത് പറഞ്ഞു, വഖഫിന്റെ ഭൂമി, ഉത്തർപ്രദേശിലെ ഭൂമി, വഖഫിന്റെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുക. അതായത് വിത്തിൻ 30 ഡേയ്സ്, 30 ദിവസത്തിനുള്ളിൽ തന്റെ ടേബിളിൽ സാധനം എത്ര, ഈ അളന്ന് തിട്ടപ്പെടുത്തിയ വഖഫിന്റെ ഭൂമിയുടെ ഡീറ്റെയിൽസ്, സകലമാന ഡീറ്റെയിൽസും തന്റെ ടേബിളിൽ വരണമെന്ന് യോഗി ആദിത്യനാഥ് ഉത്തരവിട്ടു. ഇത് ശരിക്കും വഖഫ് ആകെ പേടിച്ചിരിക്കുകയാണ്. ആ ഉത്തരവ് വന്നതിന് ശേഷം ആകെ പേടിച്ചിരിക്കുകയാണ്. അത് വഖഫിന് കിട്ടിയ ആദ്യത്തെ ഒരു അടിയായിരുന്നു. അത് മാത്രമല്ല, പിന്നെ അവിടുത്തെ കുട്ടികൾ, അവിടുത്തെ സ്റ്റുഡൻസ് ഏകദേശം 20,000, ഈ കോളേജിൽ ഏകദേശം 20,000 എടുത്ത സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് കേട്ടോ. അതായത് നഴ്സറി തൊട്ട് വിവിധ തരം കോളേജ് ഉണ്ട് ഇതിനകത്ത് തന്നെ. അപ്പോൾ ഈ കുട്ടികളൊക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ മസ്ജിദ് വളഞ്ഞ് ഹനുമാൻ ചാലീസ ചൊല്ലാൻ തുടങ്ങി. അതായത് ഏകദേശം 10,000-ത്തിനടുത്ത് കുട്ടികൾ ഒന്നിച്ച് വന്ന് ഈ പള്ളി വളഞ്ഞ്, അപ്പോൾ അവർക്ക് ആകെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ അവിടെ അതിനുശേഷം ഒരു സമാധാന ചർച്ചയുണ്ടായി. ആ സമാധാന ചർച്ച പള്ളിമുറ്റത്ത് വെച്ചാണ് സമാധാന ചർച്ചയുണ്ടായത്. അപ്പോൾ ആ സമാധാന ചർച്ചയിൽ കുട്ടികളും കോളേജ് അധികൃതരും അവരോട് പറഞ്ഞു, നിങ്ങൾ നമ്മുടെ കോളേജിന്റെ
ഹിന്ദുസിന്റെ ഭൂമിയിൽ അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഉത്തർപ്രദേശിൽ ഒരു പള്ളിയിലും വെള്ളിയാഴ്ച നിസ്കരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നല്ല, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഞങ്ങൾ ഹനുമാൻ ചാലീസ ചൊല്ലും എന്ന ഒരു കാര്യം അവരോട് പറഞ്ഞു. അവർ ശരിക്കും പെട്ടിരിക്കണം. അപ്പൊ ശരിക്കും പെട്ടിരിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രക്ഷോഭം, ഒരു അടി. രണ്ടാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉത്തർപ്രദേശ് ഗവൺമെന്റ് യോഗി ആദിത്യനാഥിന്റെ സൈഡിൽ നിന്നുള്ള അതായത് ഈ വഖഫ് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് ഡീറ്റെയിൽസ് എന്റെ ടേബിളിൽ വരണം എന്ന് പറഞ്ഞ ആ ഉത്തരവ്, രണ്ടിലും ശരിക്കും ഇവർ പെട്ടിരിക്കുകയാണ്. അതിനുശേഷം കഴിഞ്ഞ 2 ദിവസം മുന്നേ UP സുന്നി സെൻട്രൽ വഖഫ് ബോർഡ് ഒരു ഉത്തരവിട്ടു. അതായത് വാരണാസിയിലെ ഉദയ് പ്രതാപ് സിംഗ് കോളേജിന്റെ ഭൂമി വഖഫിന്റേതല്ല എന്ന് പറഞ്ഞ് ഒരു ഉത്തരവിറക്കി. ശരിക്കും ആലോചിച്ച് നോക്കിയേ. ജയ് ശ്രീറാം. അതായത് അവർക്ക് മനസ്സിലായി ആൺപിള്ളേരോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ശരിക്കും യോഗി ആദിത്യനാഥ് എന്ന നട്ടലുള്ള ഒരു ഭരണാധികാരി അവിടെ ഉള്ളത് കൊണ്ടാണ് വഖഫിന് ഇവിടെ മുട്ടുമടക്കേണ്ടി വന്നത്. ശരിക്കും ഇതൊരു മെസ്സേജ് ആണ്. അതായത് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പുള്ളി വിവരിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾക്കറിയാം എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യാത്തത് എന്ന്. കാരണം ഇസ്ലാമിക ജിഹാദികളുടെ അമേധ്യം 3 നേരം മൃഷ്ടാന്ന ഭോജ്യമായി ഭക്ഷിക്കുന്ന ഈ രാജ്യദ്രോഹി മാധ്യമങ്ങൾ ഇതല്ല, ഇതിനപ്പുറമുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട, ഇവിടുത്തെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും വോട്ട് നേടിക്കൊണ്ട് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട 140 MLA-മാർ ഈ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ നടത്തിയ ഒരു പ്രമേയം ഉണ്ടായിരുന്നു. ആ പ്രമേയം വീണ്ടും വീണ്ടും നമ്മൾ ഉച്ചത്തിൽ പറയേണ്ടതുണ്ട്. അത് മറ്റൊന്നും ആയിരുന്നില്ല, ഈ പറയുന്ന വഖഫ് ഭീകര നിയമം ഉണ്ടല്ലോ, വഖഫ് മുസ്ലിം ഭീകര നിയമം. ഈ മുസ്ലിം ഭീകര നിയമത്തിന്റെ അമെന്മെന്റ് കൊണ്ടുവരണം. എല്ലാത്തിനും അത്യന്തികമായിട്ട് ഭാരതത്തിന്റെ ഭരണഘടനയാണ് മുകളിലിരിക്കുന്നത്. ഭാരതത്തിന്റെ ഭരണഘടനയ്ക്ക് മുകളിലുള്ള നമ്മുടെ ഈ പറയുന്ന നീതിന്യായ വ്യവസ്ഥകൾ, ഈ നീതിന്യായ വ്യവസ്ഥകൾക്കും ഭരണഘടനയ്ക്കും അനുസരിച്ചായിരിക്കണം ഭാരതത്തിലെ എല്ലാ നീതിയും നിയമവും നടപ്പിലാക്കേണ്ടത്. അല്ലാതെ ഇവന്റെയൊക്കെ ഈ ശരിയ നിയമപ്രകാരമുള്ള ഈ വഖഫ് ആക്ട്, ഈ നെഹ്റു എന്ന് പറയുന്ന ദുഷ്ടനായിട്ടുള്ള ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി, അയാളുടെ ആ ഒരു DNA മുസ്ലിം DNA ആയതുകൊണ്ട് തന്നെ എക്കാലവും ഭാരതത്തിന്റെ ഈ ഭൂമി മുസ്ലിങ്ങൾക്ക് എങ്ങനെ ഒപ്പിച്ചു കൊടുക്കാമെന്ന ആ ഒരു തന്ത്രത്തിൽ നിന്ന് ആ ദുഷ്ടനായ ഭരണാധികാരിയുടെ ആസൂത്രിത മികവോടുകൂടി കൊണ്ടുവന്ന ഈ വഖഫ് ആക്ട് ഏറ്റവും അവസാനം കോൺഗ്രസ് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് വരെ അതിൽ അമെന്റ്മെന്റ് വരുത്തി തിരികെ കയറ്റി. 2013 വരെ തിരികെ കയറ്റിയിട്ടുണ്ട് പല അമെന്റ്മെന്റുകളും. ആ അമെന്റ്മെന്റുകളെല്ലാം തോട്ടിലൊഴുക്കിക്കൊണ്ട് ഇവിടുത്തെ ഭൂരിപക്ഷ ജനതയായുള്ള ഹിന്ദുക്കൾക്കും ഇവിടുത്തെ ന്യൂനപക്ഷ ജനതയായുള്ള ക്രിസ്ത്യാനിയുടെയും ഭൂമി തട്ടിയെടുക്കാൻ ഒരു മുസ്ലിമിനെയും, ഒരു വഖഫ് ഭീകര മുസ്ലിമിനെയും സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഭാരതത്തിന്റെ നീതിന്യായ വ്യവസ്ഥയ്ക്കും ഭരണഘടനയ്ക്കും കീഴിലാക്കാൻ വേണ്ടി നിയമ ഭേദഗതി കൊണ്ടുവരാൻ പോകുന്നു എന്ന് നരേന്ദ്രമോദിജി പറഞ്ഞപ്പോൾ അതിനെതിരെയാണ് ഈ കേരളത്തിലെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാന്റെയും വോട്ട് നേടിയും വിജയിച്ച 140 MLA-മാരും ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ ഈ വഖഫ് ഭീകര മുസ്ലിം ആക്ടിന് വേണ്ടി ഇത്തരത്തിൽ ഒരു പ്രമേയം പാസ്സാക്കിയതെന്ന് അറിയുമ്പോഴാണ് ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും വോട്ട് കുത്തി ജയിപ്പിക്കുന്ന ഈ ഹിന്ദുവും ക്രിസ്ത്യാനിയും എത്രത്തോളം വലിയ മണ്ടന്മാരാണ്. കഴുത എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം എന്താ, കഴുതയ്ക്ക് അതിൻ്റെതായുള്ള അല്പമെങ്കിലും ബുദ്ധി ഉണ്ടെന്ന് ചിന്തിക്കാം. ഇത് എങ്ങനെയാ? ഇത് അടിമയാണ്, ബുദ്ധിയില്ലാത്തൊരു ജീവിയാണ്. മറ്റൊരു പേര് നമ്മൾ കണ്ടെത്തേണ്ടി വരുന്നു. കഴുതയെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള അടിമകളായിട്ടുള്ള ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇനിയെങ്കിലും കണ്ണു തുറക്കട്ടെ എന്നുള്ളതാണ്. നോക്കൂ, നട്ടലുള്ളൊരു ഭരണാധികാരി ഉണ്ടായാൽ മാത്രം മതി, അല്ലാതെ ഇവന്മാരെ ഒതുക്കാൻ മറ്റൊന്നുകൊണ്ടും ആവുകയില്ല. നമുക്കറിയാം ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് വര്യനെ കുറിച്ചൊക്കെ ഇവിടെ, ആ സന്യാസി വര്യനെ കുറിച്ചൊക്കെ ഇവിടെ നടത്തുന്ന പ്രചാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്കറിയാം. മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും ജീവനോടെ ചുട്ടരിച്ച് തിന്നുന്ന ഒരു നരഭോജിയായിട്ടൊക്കെയാണ് ഇവിടെ ചിത്രീകരിക്കാറ്. പക്ഷെ അവിടെയുള്ള മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിട്ടുള്ള സ്ഥലം പോലും ഉണ്ടല്ലോ, അവർ പോലും താമരയ്ക്ക് വോട്ട് ചെയ്ത് യോഗി ആദിത്യനാഥിന് വോട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഭരണവും അദ്ദേഹത്തിന്റെ ആ നാടിനോടുള്ള ആ ഒരു ഉത്തരവാദിത്വം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് വരെ അറിയാം. പക്ഷെ ഇവിടെ വാർത്ത കൊടുക്കുന്ന മാമാ കൂട്ടിക്കൊടുപ്പ് മലയാള മാധ്യമങ്ങൾ അടക്കമുള്ള രാജ്യദ്രോഹി മാധ്യമങ്ങൾ അദ്ദേഹത്തെ പുകഴ്ത്തുന്നത്, വാഴ്ത്തുന്നത്, ഇകഴ്ത്തുന്നത് വേറെ രീതിയിലാണെന്ന് പറയാം. എന്തായാലും യോഗി ആദിത്യനാഥ് വര്യന്റെ ആ നട്ടലോടുകൂടിയുള്ള നടപടിയോടുകൂടി മാത്രമാണോ? അല്ലെന്നേ അവിടുത്തെ സ്വാഭിമാനി ഹിന്ദുക്കൾ ഇവന്മാരുടെ പള്ളി വളഞ്ഞുകൊണ്ട് ഞങ്ങൾ ഹനുമാൻ ചാലിസ ചൊല്ലും. കാരണം ഇവിടെ 5 നേരം എന്റെ പടച്ചോനെ മാത്രമേ വല്യവനുള്ളൂ, എന്റെ പടച്ചോൻ മാത്രമേ നിലവിലുള്ളൂ, വല്യവനാണെന്നും പറഞ്ഞ് 5 നേരം നമ്മുടെ ഈ ചെവിയെയും ആ ഒരു അസഹ്യമായ രീതിയിൽ തന്നെ, വേദനിപ്പിക്കുന്ന രീതിയിൽ തന്നെ എന്റെ വിശ്വാസത്തെയും മറ്റൊരു ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തെയും അത്ര കണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ മാത്രമാണ് ദൈവം, എന്റെ ദൈവം മാത്രമാണ് മികച്ചതെന്ന് വിളിച്ചു പറയുമ്പോൾ
വലിയ കോളാമ്പിയിലൂടെ വിളിച്ചു പറയുമ്പോൾ അതിനെതിരായി ഇവിടെ ഹനുമാൻ ചാലിസ ചെല്ലാൻ, അതല്ലെങ്കിൽ ഓരോ പള്ളിക്ക് മുൻപിലും ജുമാ നമസ്കാരം, വെള്ളിയാഴ്ച നിസ്കാരം നിങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ ഹനുമാൻ ചാലിസ ചൊല്ലി നിന്റെയൊക്കെ പള്ളി വളയുമെന്ന് പറഞ്ഞപ്പോൾ ഇവറ്റകൾക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഈ പറയുന്ന ഉത്തർപ്രദേശിൽ ഇവർമാർ അവകാശവാദം ഉന്നയിച്ച ആ വഖഫ് ബോർഡ്, ആ ഭൂമി ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ആ ഭൂമി വേണ്ട, ഞങ്ങളുടെ പൊക്കിയ ആ ഗുദമുണ്ടല്ലോ അത് അടിച്ചമർത്താഞ്ഞ മതി, ഞങ്ങൾക്ക് ആ ഗുദം വേണം, കാരണം ഞങ്ങൾക്ക് ആ ഗുദം തരണം എന്നും പറഞ്ഞ് കണ്ടം വഴി ഓടുന്ന ആ ഷുഡുക്കളുടെ ചിത്രമൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത ഈ വാർത്ത നിങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുകയാണ്, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ഇനി ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഒരു സംഘ സഹോദരന്റെ കേസ് ആവശ്യാർത്ഥം വലിയ തുക ആവശ്യമുണ്ട്. ആ കേസ് എന്ത് മറ്റെന്ത് എന്നൊന്നും ഇവിടെ തൽക്കാലം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് അപേക്ഷയോടുകൂടി തന്നെ നിങ്ങളോട് പറയുന്നത്. കാരണം അതിൻ്റെതായിട്ടുള്ള സീക്രട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്, ആ വ്യക്തിയുടെ സ്വകാര്യത സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് മുൻപിലേക്ക് വരുന്നത്. മാത്രമല്ല, ഞാൻ കഴിഞ്ഞ മാസം നിങ്ങൾക്ക് മുൻപിൽ ഒരു കലണ്ടറിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. വലിയൊരു നല്ല ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കലണ്ടറിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ആ കലണ്ടർ ഒരുപാട് ആളുകൾ വാങ്ങി, എന്റെ ഭാരതം എന്നുള്ള ആ കലണ്ടർ ഒരുപാട് ആളുകൾ വാങ്ങി എന്നുള്ള വലിയ സന്തോഷം ഇവിടെ പങ്കുവെക്കുകയാണ്. അത്തരത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഇന്നും ആ കലണ്ടറിന് വേണ്ടി അദ്ദേഹത്തിനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ ബന്ധപ്പെട്ട് ആ എന്റെ ഭാരതം എന്നുള്ള കലണ്ടർ വേണ്ടവർക്ക് ഈ 2 നമ്പറുകളിൽ ബന്ധപ്പെടാം. അത് ഫോണിലൂടെ മാത്രം 2 രീതിയിൽ ബന്ധപ്പെടാം. ഒന്ന് കോൾ ചെയ്യാം, ഒന്ന് വാട്സപ്പിലൂടെ ബന്ധപ്പെടാം. ഗംഭീര കലണ്ടറാണ്, മറ്റൊന്നും പറയാനില്ല. എന്റെ ഭാരതം എന്ന് പറയുന്ന ഗംഭീര കലണ്ടർ. അപ്പൊ അദ്ദേഹത്തെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ 2 നമ്പറിലുള്ള ആ വ്യക്തിയെ ബന്ധപ്പെടുക, എന്നിട്ട് കലണ്ടർ ആവശ്യപ്പെടുക. അത് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാലും മതി. പലരും ക്യാഷ് ഓൺ ഡെലിവറി COD കൊടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ വീട്ടിൽ വരുന്ന സമയത്ത് കാശ് കൊടുത്താൽ മതിയോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അത്രക്കാരോട് പറയാനുള്ളത്, നോക്കൂ, ഈ കലണ്ടറിന്റെ വില 70 രൂപയാണ്. അതിന്റെ കൊറിയർ ചാർജ് 52 രൂപയാണ് വരുന്നത്. അങ്ങനെ 122 രൂപ, 120 രൂപയാണ് ഈടാക്കുന്നത്. ഈ 120 രൂപയ്ക്ക് നിങ്ങൾക്ക് സാധനം അയച്ചിട്ട് നിങ്ങളത് ഏതെങ്കിലും കാരണവശാൽ മറിച്ച് തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വലിയ നഷ്ടം വരും. അതുകൊണ്ട് ചെറിയ സംഖ്യക്കുള്ള ചെറിയൊരു കാര്യമാണ് ഈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് കാശ് അടച്ചുകൊണ്ട് വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാശടയ്ക്കാം. ഏതെങ്കിലും ഒരാൾ കാശടച്ചിട്ട് കലണ്ടർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പർ ഇതിന്റെ ഏറ്റവും അടിയിൽ കാണിക്കുന്നുണ്ട്. 9961471470 എന്ന നമ്പർ കാണിക്കുന്നുണ്ട്. അതിൽ ബന്ധപ്പെട്ടാൽ മതി. അത്തരത്തിൽ വല്ല പരാതികളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ന് പറയട്ടെ. ഏതായാലും ഗംഭീരമായിട്ടുള്ള കലണ്ടർ വേണ്ടവർക്കെല്ലാം വാങ്ങാം. അത്ര ഉത്തമമായിട്ടുള്ള കലണ്ടർ ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. കാരണം ആയിരക്കണക്കിന് ആളുകൾ കഴിഞ്ഞു. അവരോട് വലിയ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഏതായാലും ഈ സുഡാപ്പികളുടെ ഗുദം പൊക്കിയുള്ള ഓട്ടം ഉത്തർപ്രദേശിൽ നിന്നുണ്ടായി ഈ വഖഫ് മുസ്ലിം ഭീകരന്മാർ എന്നുള്ളത് പച്ചയ്ക്ക് പറഞ്ഞുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.